നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യൂ പോയിന്റുകൾ, നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്തേ മതിയാകൂ. 2023 ഓഗസ്റ്റിൽ മാതൃഭൂമി ഒരു ലേഖനത്തിൽ കൂടെ കേരളത്തിലെ ആളുകൾക്കിടയിലേക്ക് കൊടുത്തൊരു വേർഡുണ്ട്, ഗാമോഫോബിയ. അതിനു മുൻപ് ആ ഒരു വേർഡ് ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾക്ക് ആ ഒരു വേർഡ് അന്നാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. കേരളത്തിലെ യുവതികൾക്കിടയിൽ നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലായത് കേരളത്തിലെ യുവതികൾക്കിടയിൽ ഗാമോഫോബിയ കാര്യമായിട്ട് തന്നെ വർദ്ധിക്കുന്നു. ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അകാരണമായിട്ടുള്ള ഒരു പേടി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. എന്നാൽ ഇത് അകാരണമായിട്ടുള്ള പേടിയാണ് എന്നുള്ളത് ഈ ഒരു ഫോബിയ ഉള്ള ആളുകൾക്കൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ഗാമോഫോബിയ എന്ന് പറയുന്നത് വിവാഹം കഴിക്കാനായിട്ടുള്ള പേടി. എന്തുകൊണ്ടാണ് കേരളത്തിലെ യുവതികൾ വിവാഹം കഴിക്കാനായിട്ട് പേടിക്കുന്നത്? അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ വലിയൊരു പഠനം നടത്തി ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം ഡെയിലി പത്രം വായിക്കുന്ന ആളുകൾക്ക്, മലയാള പത്രങ്ങൾ വായിക്കുന്ന ആളുകൾക്കൊക്കെ യുവതികൾക്കുണ്ടാവുന്ന പേടിയെ കുറിച്ചിട്ട് ഒരു ഏകദേശ ധാരണയൊക്കെ ഉണ്ടാവും. എന്നാൽ യുവതികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള ആ ഒരു പേടി? അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിവാഹം കഴിക്കാനായിട്ട് പേടിയുള്ള ഒരു വലിയ കൂട്ടം അതർ ജെൻഡേഴ്സും ഉണ്ട്. വിവാഹം കഴിക്കാനുള്ള പേടി എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ലീഗൽ ബോണ്ടിങ്ങിനെയല്ല ആളുകൾ പേടിക്കുന്നത്. പല ആളുകൾക്കും ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതേപോലെ കുട്ടികൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വലിയ പേടികളുണ്ട്. ജീവിതം ഒരു അൺസർട്ടനിറ്റിയിൽ നിൽക്കുകയാണ് പല സാഹചര്യങ്ങളിലും. അപ്പോൾ ഒരാളെയും കൂടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നുള്ളൊരു ചിന്തയുണ്ട്. എന്നാൽ ഒരു കൂട്ടം ആളുകൾക്ക് ഈ ഒരു ചിന്തകളൊന്നും ഇല്ലതാനും. അനാവശ്യമായിട്ടുള്ള, അകാരണമായിട്ടുള്ള ചിന്തകളാണ് ഇതിനകത്തെ പലതും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു ഫോബിയമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത്. അതിലൊന്നാമത്തേത് വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ്. കഴിഞ്ഞ 10-15 വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷന് നമ്മൾ വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ നമ്മൾ ഇപ്പോഴാണ് അഭിമാനത്തോടെ എടുത്ത് പറയാൻ തുടങ്ങിയത്. പേഴ്സണൽ ഇൻട്രസ്റ്റുകളും അംബീഷൻസും വ്യക്തികൾക്കുണ്ട്. പണ്ട് വ്യക്തികൾ എന്നുള്ള രീതിയിൽ അംഗീകരിച്ചിരുന്നില്ല. ആണും പെണ്ണും, അച്ഛനും അമ്മയും, ഭാര്യയും ഭർത്താവും എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അംബീഷൻസും പേഴ്സണൽ ഇൻട്രസ്റ്റുകളും ഒന്നുമില്ല. കുടുംബത്തിൻ്റെ ഇൻട്രസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അംബീഷൻസും പേഴ്സണൽ ഇൻട്രസ്റ്റുകളും വരുന്ന സമയത്ത് അത് ആണിനും പെണ്ണിനും വ്യക്തികൾ എന്നുള്ള നിലയിൽ വരുന്ന സമയത്ത് അവർക്കും ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യം വളരെ കാര്യമായിട്ട് ഒരു ചിന്തയിലേക്ക് വരും. അടുത്തത് എക്കണോമിക് കൺസേൺസ് ആണ്. എക്കണോമിക് കൺസേൺസ് വിവാഹത്തോടനുബന്ധിച്ച് കാര്യമായി തന്നെ വരാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇല്ലത്ത് നിന്ന് ഇറങ്ങി അമ്മാത്ത് എത്തിയില്ല. അത്തരത്തിലുള്ള ഒരു പുരോഗമന രീതിയാണ് നമ്മൾ പിന്തുടരുന്നത്. വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നിട്ട് സ്ത്രീധനം, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കൽ എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. വിവാഹശേഷവും അവർക്ക് ജോലിയിൽ തുടരാം, അവർക്ക് ഏൺ ചെയ്യാം, അവർക്ക് സേവ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആർജിച്ചെടുത്തു, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ പഠിച്ചു. പക്ഷേ ഇപ്പോഴും വിവാഹത്തോട് അനുബന്ധിച്ച് ഒരു പുരുഷന് ഉണ്ടാവുന്ന ഭീമമായിട്ടുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ട്. ഒരേ തരത്തിൽ വിദ്യാഭ്യാസം ആർജിക്കുന്ന, ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുകയാണെങ്കിലും ആ ഒരു പുരുഷനാണ് വീട് വേണ്ടത്. ആ ഒരു പുരുഷനാണ് അവിടുത്തെ ലൈഫ് സ്റ്റൈൽ നിർണ്ണയിക്കുന്ന തരത്തിലേക്കുള്ള വരുമാനം ആർജിക്കേണ്ടത്. വീടും കാറും ബാധ്യതകളും എല്ലാം അദ്ദേഹത്തിനാണ്. ഈ സാഹചര്യത്തിൽ ഈ വീഡിയോ കാണുന്ന വ്യക്തികളായിട്ട് തുടരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, കുടുംബമായി മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായും ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാ ആളുകൾക്കും ഉറപ്പായും വേണം. അത്തരത്തിൽ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഞാൻ ഇന്നിവിടെ പറയുന്നത് ICICI പ്രൊഡൻഷ്യലിൻ്റെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിനെ കുറിച്ചിട്ടാണ്. മ്യൂച്വൽ ഫണ്ട് എന്നാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് നിങ്ങൾ ICICI പ്രൊഡൻഷ്യൽ പോലുള്ള കമ്പനിയെ ഏൽപ്പിക്കുന്നു. അവരുടെ ഫണ്ട് മാനേജേഴ്സ് പ്രൊഫഷണലായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു ഫണ്ട് പലയിടത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺ ഉണ്ടാക്കുന്നു. അത് നിങ്ങൾക്ക് ഒരു ലാഭമായിട്ട് ലഭിക്കുന്നു. നോർമൽ FD-യെക്കാളിലുമൊക്കെ നല്ല രീതിയിലുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നിട്ട് കിട്ടും. പ്രൊഫഷണലായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ പിന്തുടരുന്ന ഒരു പെർസെൻറ്റേജ് മെത്തേഡുണ്ട്. 20% ഗോൾഡ് ഫണ്ടുകളിൽ നിക്ഷേപിക്കും, 40% ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കും, 25% മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കും, 15% സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കും. ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ടാണ് എല്ലാ ആളുകളും പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ICICI പ്രൊഡൻഷ്യലിന്റെ 3-in-1 മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ആണ് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഫണ്ട് ഗോൾഡിലും ഇക്വിറ്റിയിലും ഡെപ്റ്റിലുമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആവും, നിങ്ങളുടെ റിട്ടേൺ നല്ല രീതിയിലാവും, ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ നിങ്ങൾക്കുണ്ടാവും. ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ട ലിങ്കും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ഇനി ടോപ്പിക്കിലേക്ക് തിരികെ വരുമ്പോൾ, പൊതുവെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക കാര്യങ്ങളിൽ അധികം ആളുകൾക്ക് പേടിക്കേണ്ടാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. കാരണം അച്ഛനും അമ്മയൊക്കെ മക്കളുടെ വിവാഹം വരെയുള്ള കാര്യങ്ങൾ മുന്നേ കൂട്ടി കണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവർ മുന്നേ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരാണ് വിവാഹം നടത്തി കൊടുക്കുന്നത്.
പല ആളുകൾക്കും അച്ഛൻ്റെ അമ്മയുടെയും റിട്ടയർമെൻറ്റിൽ അവർ പണിത ഒരു വീട്ടിലേക്ക് ഒരു ആളെ കൂട്ടിക്കൊണ്ട് ചെന്നാൽ മതിയായിരിക്കും. എന്നാൽ എല്ലാ ആൾക്കാരുടെയും അവസ്ഥ എങ്ങനെയൊന്നുമല്ല. ഡെയിലി വേജസിന് ജോലിക്ക് പോയി എങ്ങനെയെങ്കിലും മക്കളെ വിദ്യാഭ്യാസം നൽകി ഒരു നിലയിലെത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ എല്ലാ ഭാരവും മക്കളിലേക്ക് കൊടുക്കാറുണ്ട്. എന്നാൽ അവർ പ്രൈവറ്റ് സെക്ടറിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് സാലറി 8000-ലൊക്കെയാണ് പലപ്പോഴും തുടങ്ങുക. അപ്പോൾ അവർ വിവാഹപ്രായം എത്തുന്ന സമയത്ത് അവരുടെ ഒരു സാലറി 20-25-ലൊക്കെയാണ് പല ആളുകളുടെയും നിൽക്കുന്നത്, ഒരു വലിയ ഭൂരിപക്ഷത്തിൻ്റെയും നിൽക്കുന്നത്. എന്നാൽ ആ ഒരു ജോബിൻ്റെ കാര്യത്തിലും അത്ര ഉറപ്പൊന്നും ഇല്ലതാനും, പ്രൈവറ്റ് സെക്ടറാണല്ലോ. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന പുരുഷൻ വല്ലാത്ത കൺസേൺഡ് ആയിരിക്കും തൻ്റെ ഒരു വിവാഹം എന്ന് പറയുന്ന കാര്യത്തെ ഓർത്തിട്ട്. കാരണം ഒരു കുടുംബം, താനായിട്ട് ഒരു കുടുംബം രൂപീകരിക്കുകയാണ്, ഓൾറെഡി ഒരു കുടുംബത്തിൻ്റെ ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന, ഈ ഒരു സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിൽക്കുന്ന ഒരാൾക്ക് ഈ ഒരു കുടുംബത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയുള്ള ഒരു സ്ത്രീയെ നമ്മുടെ നാട്ടിൽ കിട്ടാനും ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട ചെലവുകളുണ്ട്. മുന്നോട്ടേക്കുള്ള ഒരു ജീവിതം നോക്കിക്കാണുന്ന സമയത്ത് പല ആളുകൾക്കും നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും. മൂന്നാമതായി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പേടി ഉണ്ടാവുന്നത് അവരുടെ അച്ഛനമ്മമാരുടെ ദാമ്പത്യ ജീവിതം കണ്ടാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ അമ്മയെ തല്ലുന്നത് കണ്ടാണ് ദിനവും ഉറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വലിയ പേടിയുണ്ടാവും. സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പേടിയുള്ളത്. പുരുഷന്മാർക്ക് അങ്ങനെ താൻ ആവരുത് എന്നുള്ള ഒരു കാര്യമായിരിക്കും അച്ഛനിൽ നിന്ന് കിട്ടുന്നത്. സ്ത്രീകൾക്ക് പേടി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരാളായിരിക്കുമോ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നായിരിക്കും. അറേഞ്ച്ഡ് മാരേജ് സിറ്റുവേഷൻസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരാളെ അത്രയധികം അടുത്തറിയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അടുത്തറിയാൻ പറ്റില്ലല്ലോ, നാളെ ഇങ്ങനെയായി മാറിയാലോ എന്നുള്ളൊരു പേടി കൊണ്ട് പല ആളുകളും വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം ആലോചിച്ച് നീട്ടി കൊണ്ടുപോകാറുണ്ട്. അടുത്തത് ഫിയർ ഓഫ് ഫെയിലിയർ ആൻഡ് റിജക്ഷൻ ആണ്. ഫെയിലിയർ, റിജക്ഷൻ എന്നീ രണ്ട് കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ, മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നമ്മുടെ നാട്ടിൽ വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന സമയത്ത് പറയുന്നത് വൈവാഹിക ജീവിതം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അത് പരാജയമാണോ വിജയമാണോ എന്നൊക്കെ ഉള്ളത് സൊസൈറ്റി അല്ല ജഡ്ജ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മുടെ സമൂഹം അത് ജഡ്ജ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഓർത്തിട്ടാണ് ആളുകൾ അവിടെ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ റിജക്ഷൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആളുകളുടെ മുൻപിൽ താൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്ന സമയത്താണ്. ചുറ്റുപാടുമുള്ള സമൂഹത്തെ നോക്കിയിട്ടാണ് വിവാഹ ജീവിതത്തിലെ ഫെയിലിയർ ആൻഡ് റിജക്ഷൻ എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ട് ആളുകൾ ആകുലപ്പെടുന്നത്. മലയാളം സോഷ്യൽ മീഡിയയിലേക്ക് നമ്മളുടെ എന്റർടൈൻമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടന്റുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ചീറ്റിംഗ്, ഇൻഫിഡിലിറ്റി എന്നീ കാര്യങ്ങളുടെ അതിപ്രസരമാണ്. അതിനെക്കുറിച്ചിട്ടാണ് ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നത് അവർ അത്രയധികം പേടിയോടെയാണ് അതിനെ നോക്കിക്കാണുന്നത്. തങ്ങളുടെ പങ്കാളിയാൽ തങ്ങൾ ചതിക്കപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ് പല ആളുകൾക്കും. അങ്ങനെ പേടിയോടെ ഡിസ്കസ് ചെയ്യുന്ന ആളുകളാണ് ബെസ്റ്റി ട്രോളുകൾ ഉണ്ടാക്കുന്ന ആളുകൾ, ബെസ്റ്റി ട്രോളുകൾ ഷെയർ ചെയ്യുന്ന ആളുകൾ, ബെസ്റ്റിയെ പേടിക്കുന്ന ആളുകളും, അതേപോലെ തന്നെ സീരിയലുകളിൽ അവിഹിത ഗർഭവുമായി ബന്ധപ്പെട്ട കഥകൾ ഉണ്ടാക്കുന്ന ആളുകൾ, ആ ഒരു സീരിയൽ വളരെ ആകാംക്ഷയോടെ ഇരുന്ന് കാണുന്ന ആളുകൾ, അതേപോലെ പണത്തിൻ്റെ പിറകെ പെണ്ണ് പോവും, പണമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ള സ്റ്റാറ്റസുകൾ ഷെയർ ചെയ്യുന്ന ആളുകൾ, അങ്ങനെ നീണ്ടു പോവുകയാണ്. എല്ലാ ആളുകൾക്കും ആ ഒരു ചീറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം വല്ലാത്ത പേടിയാണ്. സമൂഹം ഇങ്ങനെ ഇതിനെ നോക്കി കാണുന്നതുകൊണ്ട് തങ്ങളുടെ വൈവാഹിക ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി കൊണ്ട് പല ആളുകളും വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തെ പേടിയോടെ നോക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരും അരിച്ചു പറക്കുകയാണ് ഹിസ്റ്ററി. കാരണം ചീറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെ ഹിസ്റ്ററി പല ആളുകളിലെയും നോക്കുന്നതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഡിസിഷൻസ് ആണ്. പക്ഷേ ഈ സംശയരോഗം അതിൻ്റെ കൂടെ തന്നെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വിവാഹത്തിൽ അങ്ങനെ സംഭവിച്ചാലോ, തൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ട് സദാചാര ആക്രമണം നടത്തുന്ന ആൾക്കാരെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ആളുകളെ ജഡ്ജ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്ത് അവരെ മരണത്തിലേക്ക് തള്ളിവിടുക, അതേപോലെ തന്നെ അവർക്കെതിരെ ക്യാമ്പയിൻ നടത്തുക എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ ഒരു പേടിയിൽ നിന്നും ഇൻസെക്യൂരിറ്റിയിൽ നിന്നും വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മുതിരുന്ന ആളുകൾ അവിവാഹിതരാണ് എന്നുണ്ടെങ്കിൽ അവർ ഒരു വിവാഹത്തിലേക്ക് കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഒരു ടെൻഷൻസ് ഉണ്ടാവുമോ ഇല്ലയോ? കാര്യമായിട്ട് തന്നെ ഉണ്ടാവും. അടുത്തത് ഡിസയർ ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത രീതി തനിക്ക് വേണം. വിവാഹം, കുടുംബം, കുട്ടികൾ, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, മകൾ, മകൻ എന്നീ റോളുകളിൽ ഒതുങ്ങാതെ ഒരു പേരിൻ്റെ അണ്ടറിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അത് ചിലപ്പോൾ കരിയറിൽ ഉയർന്ന നിലകളിൽ എത്തണം എന്നുള്ള ആളുകളായിരിക്കാം. എല്ലാത്തിൻ്റെയും പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ബന്ധങ്ങളല്ലാതെ ആവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്കും വിവാഹം എന്ന് പറയുന്നത് പേടിയോടെ നോക്കിക്കാണുന്ന ഒരു സംഗതി തന്നെയാണ്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒതുങ്ങി പോകുമോ എന്നുള്ളൊരു പേടി. വളരെ സിമ്പിളായിട്ട് മേജറായിട്ടുള്ള ചില പേടികളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ അഡ്രസ്സ് ചെയ്തത്. ഇതിൻ്റെ പിറകിൽ കുറേ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. അതിനെക്കുറിച്ചിട്ട് പറയാൻ ഞാൻ ആളല്ല. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പേടികളുണ്ട്.
പക്ഷേ നിങ്ങൾക്ക് വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം അത്യാവശ്യമായിട്ട് എടുക്കേണ്ടതാണ്. നിങ്ങളുടെ പേടികൾ വാലിഡ് ആയിട്ടുള്ള പേടികളാണോ, നിങ്ങൾ പറയുന്നതിനകത്ത് കാര്യങ്ങളുണ്ടോ, അത് മാറ്റിയെടുക്കാവുന്നതാണോ, അകാരണമായിട്ടുള്ള ഒരു പേടിയാണോ എന്നുള്ളതൊക്കെ അവർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരും. എക്കണോമിക് കൺസേൺസിനെ കുറിച്ചിട്ട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ICICI പ്രൊഡൻഷ്യലിൻ്റെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ ആ ഒരു ഫണ്ട് എടുക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. വീഡിയോ കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.